ഹലോ ഫ്രണ്ട്സ്, ബയോളജിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ലെക്ചറാണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം മൊണീറയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കിങ്ഡം മൊണീറയുടെ ജനറൽ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഡയഗ്രവും ബാക്ടീരിയൽ സെല്ലിൻ്റെ കമ്പോണൻസിൻ്റെ ഫങ്ഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടുകൂടെ തന്നെ ബാക്ടീരിയൽ സെല്ല് മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിലെ മറ്റു മെമ്പേഴ്സ് ആയിട്ടുള്ള, അതായത് മൊണീറ എന്ന കിങ്ഡത്തെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. ആർക്കി ബാക്ടീരിയയിലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. അതായത് മെത്തനോജൻസ്, തെർമോസിഡോഫൈൽസ്, ഹാലോഫൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളും അവയുടെ സവിശേഷതകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മൊണീറയിലെ അല്ലെങ്കിൽ യു ബാക്ടീരിയയിലെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പായിട്ടുള്ള ക്രൈസോഫൈറ്റ്സിനെ കുറിച്ചും ഡയനോ ഫ്ലജലേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചുമാണ് പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ കുറച്ച് എക്സാമ്പിൾസും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മൊണീറയുടെ ക്ലാസിഫിക്കേഷനാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ അതിലുള്ള ഫ്ലജലത്തിൻ്റെ, ബാക്ടീരിയയിലുള്ള ഫ്ലജല്ലയുടെ നമ്പറിനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമാലിയ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യത്തെ 3 കിങ്ഡംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ ആൻഡ് കിങ്ഡം ഫംഗൈ. അതിൽ രണ്ടാമത്തെ കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് ഇന്ന് നമ്മൾ മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ്റെ ശേഷം ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ തന്നെ ആദ്യ 2 ഗ്രൂപ്പുകളായിട്ടുള്ള ക്രൈസോഫൈറ്റ്സ് ആൻഡ് ഡയനോ ഫ്ലജലേറ്റ്സ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളെ ആദ്യം നമുക്ക് കാണാം. പിന്നീട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസും ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്ടീരിയയെ നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ കിങ്ഡം മൊണീറയെ നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ആർക്കി ബാക്ടീരിയ എന്ന ഗ്രൂപ്പിനെ കണ്ടു. പിന്നെ നമ്മൾ യു ബാക്ടീരിയയെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു. ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പം ആൻഷ്യൻ്റ് ബാക്ടീരിയ എന്നാണ് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത്. അതായത് പ്രിമിറ്റീവ് ബാക്ടീരിയ, ആദ്യം വന്ന ബാക്ടീരിയ എന്ന രീതിയിലാണ് അല്ലേ. അവരുടെ പ്ലാസ്മ മെംബ്രെയിനിലുള്ള സവിശേഷത നമ്മൾ കണ്ടു. എന്തായിരുന്നു പ്ലാസ്മ മെംബ്രെയിനിലുള്ള സവിശേഷത? അവരുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ദേ ആർ മേഡപ്പ് ഓഫ് ബ്രാഞ്ച്ഡ് ലിപ്പിഡ് ചെയിൻസ് അല്ലേ. അതുകൊണ്ടാണ് അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാനുള്ള കഴിവുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഒന്നാമത്തേത്, മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തനോജൻസ് എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ എവിടെയാണ് കാണപ്പെടുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാക്ടീരിയയുടെ അല്ലെങ്കിൽ യു ബാക്ടീരിയയുടെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് ഉള്ളിലേക്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ പേരെന്താണ്? അതായത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് ഇൻഫോൾഡിങ് ആയിട്ട് ഒരു സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്ടീരിയയുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ആ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തനോജൻസ് എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് എവിടെയാണ് കാണപ്പെടുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഓക്കെ, ഇന്ന് നമുക്ക് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദർ ഷേപ്പ് ദർ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ്. ബാക്ടീരിയയുടെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബാക്ടീരിയ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പുള്ള കോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. നമ്മൾ സാധാരണ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കോക്കസ് എന്നുള്ളത് അല്ലേ. കോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലായിട്ട് സയൻസിന് പുറത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കോക്കസ്. അവരുടെ ഒരു കോക്കസ് ഉണ്ട് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ സ്ഫെറിക്കൽ ഷെല്ലുള്ള ബാക്ടീരിയ നമ്മൾ വിളിക്കുന്നത് കോക്കസ് എന്നാണ്. കോക്കസ് തന്നെ 2 ബാക്ടീരിയ ഒരുമിച്ചാണെങ്കിൽ നമ്മൾ ഡിപ്ലോകോക്കസ് എന്ന് പറയും. അതുപോലെ ഒരു കൂട്ടം കോക്കസ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റെഫൈലോകോക്കസ് എന്നും, ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള
കോക്കസ് ബാക്ടീരിയ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയും. അപ്പോൾ കോക്കസ് ഉണ്ട്, അതുപോലെ ഡിപ്ലോകോക്കസ് ഉണ്ട്, രണ്ടാളുണ്ടെങ്കിൽ അല്ലേ, രണ്ട് സെൽസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് ചെയിനായിട്ട് അല്ലെങ്കിൽ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കോക്കസ് ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെപ്റ്റോകോക്കസ്. അതുപോലെ ഒരു ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഒരുപാട് സെൽസ് ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ കോക്കസ് നമ്മൾ സ്റ്റെഫൈലോ കോക്കസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ബാക്ടീരിയ. അതിന് എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിപ്ലോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തേത് ബാസിലസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ബാസിലസ് എന്ന് പറയുന്നത് റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ. സെൽസ് ആർ ഇലോങ്ങേറ്റഡ് ആൻഡ് റോഡ് ലൈക്ക്. റോഡ് എന്ന് പറയുമ്പം മലയാളത്തിൽ നമുക്കൊരു ദണ്ട് എന്നൊക്കെ പറയാം അല്ലേ. ഈ രൂപത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയനെയാണ് നമ്മൾ റോഡ് ലൈക്ക് ബാക്ടീരിയ എന്ന് പറയാം. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാസിലസ് എന്നാണ്. ഓക്കെ, എക്സാമ്പിളാണ് ലാക്ടോ ബാസിലസ്. ഓക്കെ, ലാക്ടോ ബാസിലസ് ബാക്ടീരിയ ബാസിലസ് ആയിട്ടുള്ള ഷേപ്പിന് അല്ലെങ്കിൽ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിളാണ്. മൂന്നാമത്തേതാണ് കോമ ലൈക്ക് ബാക്ടീരിയ. കോമ ലൈക്ക് ബാക്ടീരിയ, കോമ ഷേപ്പാണ് അതിനുണ്ടാവുക അല്ലേ. അതിന് എക്സാമ്പിളാണ് വിബ്രിയോ കോളറെ. അപ്പോൾ കോമ ലൈക്ക് ബാക്ടീരിയ ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, റോഡ് ഷേപ്പ്ഡ് ഉണ്ട്, അതുപോലെ കോക്കസ് ഉണ്ട് അല്ലേ. ഇനി ഇവിടെ കാണിച്ചിട്ടുള്ള 3 ടൈപ്പ് ബാക്ടീരിയ വേറെയും ഉണ്ട്. അതായത് നമ്മൾ NCERT-യിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറലമാണ്. ഇനി സ്പൈറലം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഷേപ്പ്, സ്പൈറൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയ ഉണ്ട്, അതിന് സ്പൈറലം എന്നാണ് നമ്മൾ വിളിക്കുക. സെൽസ് ആർ കോയിൽഡ് ആൻഡ് സ്പൈറൽ ഷേപ്പ്ഡ്. ഇനി വേറെ 2 എക്സാമ്പിൾസ്, സ്റ്റോക്ക്ഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്, അതുപോലെ ബഡ്ഡിങ് ടൈപ്പ് ഉണ്ട്. സ്റ്റോക്ക്ഡ് എന്ന് പറയുമ്പോൾ സ്റ്റോക്കുള്ള ടൈപ്പ് ബാക്ടീരിയ, ഈ ഒരു ബാക്ടീരിയ നമ്മൾ സ്റ്റോക്ക്ഡ് എന്ന് പറയാം. ഓക്കെ, ഇതേപോലെ സ്റ്റോക്കുള്ള ബാക്ടീരിയ ആണെങ്കിൽ അതിന് നമ്മൾ സ്റ്റോക്ക്ഡ് എന്ന് പറയും. ഇതേപോലെ ബഡ്ഡിങ് ഉള്ളതാണെങ്കിൽ അതിനെ ബഡ്ഡിങ് ടൈപ്പ് ബാക്ടീരിയ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ബാക്ടീരിയനെ അവരുടെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോന്നിനും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലാജെല്ലം എന്ന് പറയുന്ന കമ്പോണൻറ്റ് ബാക്ടീരിയൽ സെല്ലിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലജെല്ലം അല്ലേ. ഫ്ലജെല്ലത്തിൻ്റെ നമ്പർ, ഫ്ലജെല്ലത്തിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ്, അതുപോലെ ഫ്ലജെല്ലം ഉണ്ടെങ്കിൽ തന്നെ എത്ര എണ്ണമാണുള്ളത് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ട്രൈക്കോം എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രിക്കസ്, മോണോട്രിക്കസ്, ആംഫിട്രിക്കസ്, ഇവിടെയൊക്കെ ട്രിക്കസ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട് അല്ലേ. ട്രൈക്കോം എന്ന് പറഞ്ഞാൽ ഹെയർ എന്നാണ് അർത്ഥം. ട്രൈക്കോം എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ ഷേപ്പിലാണല്ലോ ഇതുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ട്രിക്കസ് എന്ന് പറയുന്നത്. ട്രിക്കസ് എന്ന് പറഞ്ഞാൽ ഫ്ലജെല്ല ഇല്ലാത്ത ബാക്ടീരിയയാണ് നമ്മൾ ട്രിക്കസ് ബാക്ടീരിയ എന്ന് പറയാം. ഇനി മോണോട്രിക്കസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലജെല്ല ഉള്ളതാണെങ്കിൽ നമ്മളതിനെ മോണോട്രിക്കസ് എന്ന് പറയും. ഇവിടെ പിക്ചറിൽ ഒരു ഫ്ലജെല്ല ഉള്ള ഒരു ബാക്ടീരിയക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാണ് ട്രിക്കസ്, അതായത് തീരെ ഫ്ലജെല്ലം ഇല്ലാത്ത ബാക്ടീരിയ. ഇനി ആംഫിട്രിക്കസ് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തും ഓരോ ഫ്ലജെല്ലം ഉള്ള ടൈപ്പ് ഓഫ് ബാക്ടീരിയ. ഇതാണ് ആംഫിട്രിക്കസ് അല്ലേ. ബോഡിയുടെ അല്ലെങ്കിൽ സെല്ലിൻ്റെ 2 ഭാഗത്തും ഓരോ ഫ്ലജെല്ലം വീതമുണ്ട്. 1 at each സൈഡ്, ടോട്ടൽ 2 ഫ്ലജെല്ല. ടോട്ടൽ 2 ഫ്ലജെല്ല ഉണ്ട്, ഓരോന്നും ഓരോ സൈഡിൽ. അപ്പോൾ ട്രിക്കസ് എന്ന് പറഞ്ഞാൽ തീരെ ഫ്ലജെല്ലം ഇല്ലാത്തത്, ആബ്സെൻസ് ഓഫ് ഫ്ലജെല്ല ഉള്ളത്. രണ്ടാമത്തേത് മോണോട്രിക്കസ് ആണ്, ഒരു ഫ്ലജെല്ലം ഉള്ളത്. മൂന്നാമത്തേത് ആംഫിട്രിക്കസ് എന്ന് പറയുമ്പോൾ 2 ഭാഗത്തും ഓരോ ഫ്ലജെല്ലം ഉള്ളത്. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോഫോട്രിക്കസ് ആണ്. ലോഫോട്രിക്കസ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലജെല്ലം അറ്റ് 1 end, അല്ലെങ്കിൽ 1 സൈഡ്. ഒരു സൈഡിൽ ബാക്ടീരിയൻ്റെ സെല്ല് ഇതാണെങ്കിൽ ഒരു സൈഡിൽ എന്തുണ്ട്, ഒരുപാട് ഫ്ലജെല്ലം ഉണ്ട് അല്ലേ. ഇതിനാണ് നമ്മൾ ലോഫോട്രിക്കസ് എന്ന് പറയാം. സെഫാലോട്രിക്കസ് എന്ന് പറഞ്ഞാലോ, സെഫാലോട്രിക്കസ് എന്ന് പറയുമ്പോൾ 2 ഭാഗത്തും ഒരുപാട് ഫ്ലജെല്ലം ഉണ്ട്. 2 സൈഡിൽ ഓപ്പോസിറ്റ് എൻസിലാണ് ഉള്ളത്. ഓക്കെ, 2 ഓപ്പോസിറ്റ് എൻസിൽ അല്ലെങ്കിൽ 2 സൈഡ്സിൽ ഒരുപാട് ഫ്ലജെല്ലം ഉള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലജെല്ലം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെഫാലോട്രിക്കസ് എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണ് പെരിട്രിക്കസ്. പെരിട്രിക്കസ് എന്ന് പറയുമ്പോൾ 2 സൈഡിൽ മാത്രമല്ല സെല്ലിൻ്റെ എല്ലാ ഭാഗത്തും എന്താണ്, ഫ്ലജെല്ലം ഉണ്ട്. ഓക്കെ, അത്തരം ബാക്ടീരിയനെ നമ്മൾ പെരിട്രിക്കസ് എന്ന് പറയാം. ഓക്കെ, ഫ്ലജെല്ല ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി പെരിമീറ്റർ ഓഫ് ദി സെൽ. അപ്പോൾ ഇങ്ങനെ
6 ടൈപ്പ് ബാക്ടീരിയ നമുക്ക് ഫ്ലജല്ലത്തിൻ്റെ ബേസിൽ കാണാൻ പറ്റും അല്ലേ? ഏതൊക്കെയാണ്? എട്രിക്കസ് എന്ന് പറഞ്ഞാൽ ഫ്ലജല്ലം ഇല്ലാത്തത്. മോണോട്രിക്കസ് എന്ന് പറയുമ്പം ഒരു ഫ്ലജല്ലം ഉള്ളത്. പിന്നെന്താണ്? ആംഫിട്രിക്കസ് എന്ന് പറയുമ്പം 2 ഭാഗത്തും ഓരോ ഫ്ലജല്ലം ഉള്ളത്. ലോഫോട്രിക്കസ് എന്ന് പറയുമ്പം ഒരു ഭാഗത്ത് ഒരുപാട് ഫ്ലജല്ലം ഉള്ളത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ലം ഉള്ളത്. സെഫലോട്രിക്കസ് എന്ന് പറയുമ്പോൾ 2 ഭാഗത്തും ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ലം ഉള്ളത്. അതുപോലെ പെരിട്രിക്കസ് എന്ന് പറയുമ്പം സെല്ലിന് ചുറ്റും ഫുള്ളായിട്ട് സെല്ലിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഫ്ലജല്ലം ഉള്ളത്. ഇങ്ങനെ നമുക്ക് ബാക്ടീരിയനെ ഫ്ലജല്ലത്തിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ഇനി നമുക്ക് ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ നോക്കാം അല്ലേ? ബാക്ടീരിയ എന്ന് പറയുമ്പം എല്ലാ ടൈപ്പ് ന്യൂട്രീഷൻസ് നടത്തുന്ന ബാക്ടീരിയ ഓർഗാനിസംസ് ഉള്ള ഒരു വെറൈറ്റിയാണ് ബാക്ടീരിയ, അല്ലെങ്കിൽ കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യു ബാക്ടീരിയൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. അതായത് ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെട്രോട്രോഫിക് ഉണ്ട്. ഓട്ടോട്രോഫിക്കിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, കീമോസിന്തറ്റിക് ഉണ്ട്. അതുപോലെ ഹെട്രോട്രോഫിക്കിൽ തന്നെ ഡിക്കമ്പോസേഴ്സ് ഉണ്ട്, അതുപോലെ പാരാസൈറ്റ്സ് ഉണ്ട്. എല്ലാ ടൈപ്പും കാണപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ മോസ്റ്റ് ഡൈവേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ന്യൂട്രീഷൻ്റെ ആസ്പെക്റ്റിൽ. അപ്പോൾ പ്രധാനപ്പെട്ട 2 ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണുള്ളത് അല്ലേ? ഒന്നാമത്തത് ഓട്ടോട്രോഫിക്കും, 2 ഹെട്രോട്രോഫിക്കും. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ മീനിങ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് അല്ലേ? പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ആര്? ഓട്ടോട്രോഫിക്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാലോ? ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പം മീനിങ് എന്താണ്? ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഓർഗാനിസംസിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് അല്ലേ? ഡിപ്പെൻസ് അപ്പോൺ അതേഴ്സ് ഫോർ ഫുഡ് അല്ലേ? അതാണ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. ഇനി ഓട്ടോട്രോഫിൽ തന്നെ, അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് ഫോട്ടോ ഓട്ടോട്രോഫിക് ഉണ്ട്, അതുപോലെ കീമോ ഓട്ടോട്രോഫിക് ഉണ്ട്. ഓട്ടോട്രോഫിക്കിൽ ഫോട്ടോ ഓട്ടോട്രോഫിക് ഉണ്ട്, അതുപോലെ കീമോ ഓട്ടോട്രോഫിക് ഉണ്ട്. ഹെട്രോട്രോഫിക്കിലാണെങ്കിൽ പാരാസൈറ്റ് ഉണ്ട്, അതുപോലെ സാപ്രോട്രോഫ്സ് ഉണ്ട്. എന്താണ് ഓട്ടോട്രോഫിക്കും കീമോ ഓട്ടോട്രോഫിക്കും തമ്മിലുള്ള വ്യത്യാസം? ഫോട്ടോ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സൺലൈറ്റിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്ന് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനർജി വേണമല്ലോ നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ. ആ എനർജി ഇവർക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൺലൈറ്റിൽ നിന്നാണ്. അതേസമയത്ത് കീമോ ഓട്ടോട്രോഫ്സ് ആണെങ്കിൽ കെമിക്കൽ എനർജിയാണ് ഇവരെന്താക്കി മാറ്റുന്നത്? ഫുഡാക്കിയിട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ ATPൻ്റെ ഫോമിലേക്ക് മാറ്റുന്നത്. അപ്പോൾ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെ നമ്മൾ കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നു. അതുപോലെ സൺലൈറ്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെ ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നു. 2 ടൈപ്പ് ഓർഗാനിസംസും എവിടെ കാണപ്പെടുന്നുണ്ട്? ബാക്ടീരിയയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ പാരാസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ അതർ ലൈവ് ഓർഗാനിസംസ്, അതായത് ലൈവായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന മറ്റു ഓർഗാനിസംസിൻ്റെ ബോഡിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ബോഡിൻ്റെ പുറത്തോ ഒക്കെ അവരുണ്ടാക്കുന്ന ഫുഡ് എടുത്തിട്ട് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ മേലെ ഫീഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ പാരാസൈറ്റ് എന്ന് പറയുക. അതേസമയത്ത് സാപ്രോട്രോഫ് എന്ന് പറയുമ്പം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ, അതായത് ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്നും ഫുഡ് എടുക്കുന്നവരെയാണ് നമ്മൾ സാപ്രോട്രോഫ്സ് എന്ന് പറയാം. ഈ 2 ടൈപ്പ് ഓർഗാനിസംസും എവിടെ ഉണ്ട്? ബാക്ടീരിയയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സ് അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ന്യൂട്രീഷണൽ ആസ്പെക്റ്റിൽ നമുക്ക് ബാക്ടീരിയൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഓട്ടോട്രോഫ് ഉണ്ട്, ഹെട്രോട്രോഫ് ഉണ്ട്. ഓട്ടോട്രോഫിൽ തന്നെ ഫോട്ടോസിന്തറ്റിക്, അതുപോലെ കീമോസിന്തറ്റിക്, അല്ലെങ്കിൽ ഓട്ടോട്രോഫ്, കീമോ ഓട്ടോട്രോഫ്. അതുപോലെ തന്നെ ഹെട്രോട്രോഫിക്കിൽ പാരസൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സാപ്രോട്രോഫ്സും ഉണ്ട്. അപ്പോൾ പാരസൈറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പാരസൈറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് അപ്പോൺ, അതായത് ഫീഡിങ് ഫ്രം അതർ ഓർഗാനിസംസ് അല്ലേ? ഫീഡിങ് ഫ്രം അതർ ഓർഗാനിസംസ്. ഇവരെന്താണ്? സാപ്രോട്രോഫ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഫീഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ഫീഡിങ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ, അതാണ് സാപ്രോട്രോഫ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ, അതായത് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനുണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനുണ്ട്.
സെക്ഷൽ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സെക്ഷലിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് മിയോസിസ് ആൻഡ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് ആൻഡ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ശരിക്കും ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഗമേറ്റ്സ് തമ്മിൽ ഫ്യൂഷൻ നടന്നിട്ട് നടക്കുന്ന റീപ്രൊഡക്ഷനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. എന്നാൽ ബാക്ടീരിയൻ്റെ കേസിൽ അവർ ഗമേറ്റ്സ് ഫോം ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടത്തുന്നൊന്നുമില്ല. അതേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നവർ എന്ന് പറയുന്നത്. അതൊരു ട്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല. കാരണം എന്താണ്, അവിടെ ഗമേറ്റ്സിൻ്റെ ഫോർമേഷനും അതുപോലെ ഫെർട്ടിലൈസേഷനൊന്നും ഇല്ല. എങ്കിൽ പോലും ജനറ്റിക് മെറ്റീരിയൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി അസെക്ഷലിൽ ബൈനറി ഫിഷൻ വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ, ഇതിനാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയാം. ഇനി സെക്ഷലിലാണെങ്കിൽ 3 ടൈപ്പ് എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് കോൺജുഗേഷനാണ്, കോൺജുഗേഷൻ. രണ്ടാമത്തേത് ട്രാൻസ്ഫോർമേഷനാണ്, ട്രാൻസ്ഫോർമേഷൻ. മൂന്നാമത്തേത് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, ട്രാൻസ്ഡക്ഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ പഠിക്കണ്ട, നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം കണ്ടാൽ മതി. നമ്മുടെ NCERT-യിൽ ഈ കോൺജുഗേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഫിംബ്രിയെ എന്ന് പറയുന്ന കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ബാക്ടീരിയൽ സെൽ കമ്പോണൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു കോൺജുഗേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് പില എന്ന് പറയുന്നത് അല്ലേ. പിലി, അതുപോലെ ഫിംബ്രിയെ, അതുപോലെ ഫ്ലജല്ല, മൂന്നിനെയും നമ്മൾ കമ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ഫ്ലജല്ല ലോക്കോമോട്ടറി ഓർഗനാണ്, അതുപോലെ ഫിംബ്രിയെ മറ്റു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിലി എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ പിലി എന്ന് പറയുന്ന കമ്പോണൻറ്റ്, ഈ പിലി എന്ന് പറയുന്ന കമ്പോണൻറ്റിലൂടെ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ പരസ്പരം കൈമാറിയിട്ട് നമ്മളതിനെ ഫെർട്ടിലിറ്റി ഫാക്ടർ എന്നാണ് പറയാം. F+ അല്ലെങ്കിൽ F- എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സിനെ പിലി എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റിലൂടെ അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽ ഓർഗനിലൂടെ പരസ്പരം കൈമാറിയിട്ടാണ് ഇവർ കോൺജുഗേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ട്രാൻസ്ഫർമേഷനാണ്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ന്യൂക്ലിയോയിഡിനെ കുറിച്ച് പറഞ്ഞപ്പം അവിടെ ഒരു പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞിരുന്നു അല്ലേ. അതായത് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ജനറ്റിക് മെറ്റീരിയലിന് പുറമെ അല്ലെങ്കിൽ യഥാർത്ഥ ജനറ്റിക് മെറ്റീരിയലിന് പുറമെ സെല്ലിൽ പ്രസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ DNA-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാസ്മിഡിൻ്റെ ഷെയറിങ്ങിലൂടെ അല്ലെങ്കിൽ പ്ലാസ്മിഡ് ഉപയോഗിച്ചിട്ട് ബാക്ടീരിയനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. വൈറസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫർമേഷനാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങളിപ്പം ഇത്രയും ഓർത്ത് വെക്കുക. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കറക്റ്റ് റീപ്രൊഡക്ഷൻ എവിടെ നടക്കുന്നില്ല, കറക്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അതായത് ഗമേറ്റ് ഫോം ചെയ്തിട്ട് ഫെർട്ടിലൈസേഷനൊക്കെ നടന്നിട്ടുള്ള ഒരു പിന്നെന്താ പറയുക സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നില്ല. അതേ സമയത്ത് പാരാസെക്ഷൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷനോട് സാമ്യം പുലർത്തുന്ന പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ജനറ്റിക് മെറ്റീരിയലിൻ്റെ കൈമാറ്റം നടക്കുന്നുണ്ട്. അതും 3 ടൈപ്പാണ്. അതിലൊന്നാമത്തത് കോൺജുഗേഷനും, രണ്ടാമത്തത് ട്രാൻസ്ഫോർമേഷനും, മൂന്നാമത്തത് ട്രാൻസ്ഡക്ഷനുമാണ്. അത്ര മാത്രമേ നമുക്കിപ്പം ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ നമ്മളെ അതായത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയനെ കുറിച്ച് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ നമ്മൾ സാധാരണ പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ഏകദേശം ക്യാരക്ടറാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നമ്മൾ പോകുന്നത് മൈക്കോപ്ലാസ്മയിലേക്കാണ്. മൈക്കോപ്ലാസ്മ എന്ന് പറയുമ്പം അവർക്ക് സെൽവാളില്ല. മൊണീറയുടെ കേസിൽ നമ്മൾ സെൽവാളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് മൈക്കോപ്ലാസ്മ സെൽവാളില്ലാത്ത ഓർഗാനിസംസ് ആണ്. അവരാണ് ഏറ്റവും ചെറിയ ഓർഗാനിസംസ് നമ്മൾ യൂണിവേഴ്സിൽ ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൽ നമ്മളിപ്പോൾ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ചെറിയ ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ. ഓക്കെ, അവർ ഫാക്കൾട്ടേറ്റീവ് അനറോബ്സ് ആണ്. ഫാക്കൾട്ടേറ്റീവ് അനറോബ്സ് എന്ന് പറയുമ്പോൾ അനറോബിക് കണ്ടീഷനിലാണ് അവർ ജീവിക്കുന്നത്. അതേസമയത്ത് എയറോബിക് കണ്ടീഷനിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ ഫാക്കൾട്ടേറ്റീവ് അനറോബ് എന്ന് പറയാം. ഓബ്ലിഗേറ്റ് അനറോബ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ മെത്തനോജൻസ് ഒക്കെ ഓബ്ലിഗേറ്റ് അനറോബാണ്. അവർക്ക് അനറോബിക് കണ്ടീഷനിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റൂ.
ഇവർക്ക് അനറോബിക് കണ്ടീഷനിലാണ് ഇവർ സർവൈവ് ചെയ്യുന്നത് എങ്കിലും എയറോബിക് കണ്ടീഷനിലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. ഇവരെ നമ്മൾ PPLO എന്നും പറയുന്നുണ്ട്. PPLO എന്ന് പറഞ്ഞാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ദേ ആർ ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം കാറ്റിൽ സഫറിങ് ഫ്രം പ്ലൂറോ ന്യൂമോണിയ. പ്ലൂറോ ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസുള്ള കാറ്റിൽസിൽ നിന്ന്, കൗയിൽ നിന്നുമാണ്, പശുവിൽ നിന്നുമാണ് ഇവരെ ഐസൊലേറ്റ് ചെയ്ത് ആദ്യം എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവരെ PPLO എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവർക്ക് പ്ലാന്റ്സിലും അതുപോലെ തന്നെ ആനിമൽസിലും ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ജോക്കർ ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. മൈക്കോപ്ലാസ്മ നമ്മൾ ജോക്കർ ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ശരിക്കും ഇവർ മൊണീറയിലല്ലേ വരുന്നത്, പിന്നെ എങ്ങനെയാണ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയാൻ കാരണം? അതുപോലെ ജോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ഇവർക്ക് സെൽവാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഷേപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് സെൽവാൾ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജോക്കർ അല്ലെങ്കിൽ ജോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് കിങ്ഡം എന്ന് പറയാൻ കാരണം ഇവരാദ്യം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിനേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രകാരം 2 കിങ്ഡംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു പ്ലാന്റ് കിങ്ഡവും അതുപോലെ ഒരു അനിമൽ കിങ്ഡവും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ജോക്കേഴ്സ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന പേര് വരുന്നത്. ആ സമയത്ത് മൈക്കോപ്ലാസ്മ എവിടെ ആയിരുന്നു? പ്ലാന്റ് കിങ്ഡത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജോക്കർ ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്നുള്ള പേര് വരാൻ കാരണം. ഓക്കെ, ഇനി അടുത്തതാണ് സയനോ ബാക്ടീരിയ. അപ്പോൾ മൈക്കോപ്ലാസ്മയെ കുറിച്ച് നമുക്ക് വളരെ കുറഞ്ഞ സംഭവം മാത്രമേ പഠിക്കാനുള്ളൂ. മൈക്കോപ്ലാസ്മയെ കുറിച്ച് നീറ്റ് എക്സാമിന് ചോദിക്കുമ്പം സെൽവാൾ ഉള്ള ഏറ്റവും ചെറിയ ഓർഗാനിസം ഏതാണ്, സെൽവാൾ ഇല്ലാത്ത വിത്തൗട്ട് സെൽവാൾ ഏറ്റവും ചെറിയ ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ സെൽവാൾ ഇല്ലാത്ത പിന്നെ ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്കോപ്ലാസ്മ എന്ന് പറയാം. ഇനി സെൽവാൾ മെൻഷൻ ചെയ്യാതെ ഏറ്റവും ചെറിയ ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് മൈക്കോപ്ലാസ്മ എന്ന് ആൻസർ ചെയ്യാം. അതേസമയത്ത് സെൽവാൾ ഉള്ള ഏറ്റവും ചെറിയ ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മൈക്കോപ്ലാസ്മ അവിടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മൈക്കോപ്ലാസ്മക്ക് സെൽവാൾ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്. സയനോ ബാക്ടീരിയനെ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും പറയുന്നുണ്ട്. അവരെ കളറിനെ ബേസ് ചെയ്തിട്ട് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ബ്ലൂ ഗ്രീൻ ആൽഗെ. സയനോ ബാക്ടീരിയ പ്രോകാരിയോട്ടിക് ആണ്. കാരണം എന്താണ്? മൊണീറയിലാണല്ലോ ഉള്ളത്. മൊണീറയിലുള്ള എല്ലാവരും പ്രോകാരിയോട്ടിക് ആണ് അല്ലേ? പ്രോകാരിയോട്ടിക് എന്ന് പറയുമ്പം മീനിങ് എന്താണ്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത, അതുപോലെ എന്താണ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ലാത്ത ടൈപ്പ് സെല്ലിനെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയാം. പിന്നെ യൂണിസെല്ലുലാർ ഉണ്ട്, അതുപോലെ കൊളോണിയൽ ഉണ്ട്. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒറ്റ സെല്ല് മാത്രം, സിംഗിൾ സെല്ലായിട്ട് കാണപ്പെടുന്നത്. കൊളോണിയൽ എന്ന് പറയുമ്പോൾ സിംഗിൾ സെൽ തന്നെ ഒരുപാട് സിംഗിൾ സെല്ല് ഒരുമിച്ച് കോളനി ആയിട്ട് കാണപ്പെടുന്നത് അല്ലേ? ഇനി സറൗണ്ടഡ് ബൈ എ ഗെലാറ്റിനസ് ഷീറ്റ്. അവരുടെ ബോഡിക്ക് പുറമെ അല്ലെങ്കിൽ സെല്ലിന് പുറമെ ജെലാറ്റിനസ് ഷീറ്റ് കാണപ്പെടുന്നുണ്ട്. സെൽവാൾ മെയ്ഡപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. ബാക്ടീരിയയിൽ ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്? പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സെൽവാൾ ഉണ്ട്. ഓൾ മെമ്പേഴ്സ് ആർ ഓട്ടോട്രോഫ്സ്. അതായത് ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് സയനോ ബാക്ടീരിയ അല്ലേ? അപ്പം മൈക്കോപ്ലാസ്മയിൽ മാത്രമേ ഒരു എക്സെപ്ഷൻ ഉള്ളൂ സെൽവാളിൻ്റെ കേസിൽ അല്ലേ? ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക് പിഗ്മെൻറ്റ്സ് ലൈക്ക് C-ഫൈക്കോസയാനിൻ ബ്ലൂ കളറുള്ള പിഗ്മെൻറ്റ്, അതുപോലെ ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന റെഡ് കളറുള്ള പിഗ്മെൻറ്റ്, അതുപോലെ ബീറ്റാ കരോട്ടീൻ ആൻഡ് ക്ലോറോഫിൽ എ ആർ പ്രസൻറ്റ് ഇൻ സയനോ ബാക്ടീരിയ. ഫൈക്കോസയാനിൻ, ഫൈക്കോ എറിത്രിൻ, ബീറ്റാ കരോട്ടീൻ ആൻഡ് ക്ലോറോഫിൽ എ, ഇത്തരം പിഗ്മെൻറ്റ്സ് ഒക്കെ എവിടെ കാണപ്പെടുന്നുണ്ട്? സയനോ ബാക്ടീരിയയിൽ കാണപ്പെടുന്നുണ്ട്. ഹെട്രോസിസ്റ്റ് ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. ഇവരെ ഇവരെ ബോഡി നമ്മൾ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ സയനോ ബാക്ടീരിയൻ്റെ പിക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു സെല്ലിനെ നമ്മൾ കുറച്ച് വലുതായിട്ട് വരയ്ക്കാറുണ്ട് അല്ലേ? ഈ ഒരു സെല്ലിനാണ് നമ്മൾ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഹെറ്ററോസിസ്റ്റ് എന്നാണ് പറയാം. ഹെറ്ററോസിസ്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷനാണ്. ഓക്കെ, നൈട്രജൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ബയോ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആരെ? സയനോ ബാക്ടീരിയ. കാരണം അവർ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, പ്ലാന്റ്സിന് അബ്സോർബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ നൈട്രജനെ മാറ്റി കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അവരെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ നോസ്റ്റോക്ക് ആൻഡ് അനബീന. ഓക്കെ, ഇത്രയും എക്സാമ്പിൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ
നമ്മുടെ ആർക്കി ബാക്ടീരിയ കഴിഞ്ഞു, അതുപോലെ ബാക്ടീരിയ, പിന്നെ നമ്മൾ മൈക്കോപ്ലാസ്മിനെ കണ്ടു, ദെൻ നമ്മൾ സയനോ ബാക്ടീരിയനെ കണ്ടു അല്ലേ. ഇനി സയനോ ബാക്ടീരിയയിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ബൈനറി ഫിഷനും അതുപോലെ ഫ്രാഗ്മെൻറ്റേഷനും വഴിയാണ്. ഓക്കെ, ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുക. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് അനേകം പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ രണ്ട് ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷനും എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ സയനോ ബാക്ടീരിയയിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് റിപ്പോർട്ടഡ്. ഇവരിൽ സയനോ ബാക്ടീരിയയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് സയനോ ബാക്ടീരിയനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ബാക്ടീരിയനെ നമുക്ക് പല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് അടുത്ത ടോപ്പിക്ക്. അതിൽ നമ്മൾ നമ്മുടെ NCERT മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് മിൽക്ക് കേടാക്കി മാറ്റുന്നതും അതുപോലെ തന്നെ ചീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ. അതേപോലെ ആൽക്കഹോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ടീരിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ലിസ്റ്റ്, അതായത് ഡയറിൻ്റെ പ്രൊഡക്ഷനിൽ, അതുപോലെ ആൽക്കഹോളിൻ്റെ യൂസേജിൽ, അതുപോലെ പ്ലാന്റ് ഡിസീസസ് ആയിട്ടുള്ളത്, പ്ലാന്റ് ഡിസീസസ് കോസ് ചെയ്യുന്നത്, അതുപോലെ അനിമൽ ഡിസീസസ് കോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബയോ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ പ്രധാനപ്പെട്ട ബാക്ടീരിയകളും അവരുടെ ഫങ്ഷൻ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് എക്കണോമിക്കലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നും ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ നമുക്കിനി സുവോളജിയിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട് അല്ലേ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുന്നുണ്ട് +2. അവിടെ നമുക്ക് എന്തായാലും ഈ ബാക്ടീരിയകളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിസ്റ്റ്, അതായത് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ആ ലിസ്റ്റ് മൊത്തമായിട്ട് ബൈഹേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ടീരിയനെ മാത്രമേ ഞാൻ അവിടെ പേരും അവരുടെ ഫങ്ഷനും കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഓരോന്നായി ജസ്റ്റ് നോക്കാം. ആദ്യത്തേത് മിൽക്ക് കേടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. മിൽക്കിനെ കേടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയ പേര് ലാക്ടോബാസിലസ് എന്നാണ്. ഓക്കെ, മിൽക്കിനെ, അതായത് പാല് തൈരാക്കുന്നത് അല്ലേ. ഇനി രണ്ടാമത്തേത് ചീസിൻ്റെ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. മൂന്നാമത്തേത് ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫെർമെൻറ്റേഷനിൽ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൈമോമോണാസ് മൊബിലിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫാർമസ്യൂട്ടിക്കലായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയാസ്, അത് 3 എണ്ണമാണുള്ളത്. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ട്രെപ്റ്റോമൈസസ് ഗ്രേസിയസ് എന്ന് പറയുന്ന ബാക്ടീരിയ, അതുപോലെ സ്ട്രെപ്റ്റോമൈസസ് റൈമോസസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്നത്, സ്ട്രെപ്റ്റോമൈസസ് വെനിസലെ എന്ന് പറയുന്ന ബാക്ടീരിയ ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലേ, മെനി ബാക്ടീരിയ ആർ ഏബിൾ ടു ഫിക്സ് അറ്റ്മോസ്ഫെറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. അതിന് എക്സാമ്പിളാണ് റൈസോബിയം. ഓക്കെ, ഇനി പ്ലാന്റ് ഡിസീസസും അതുപോലെ ആനിമൽ ഡിസീസസും കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. അതിൽ ഒന്നാമത്തേത് സിട്രസ് കാങ്കർ എന്ന് പറയുന്ന അസുഖം. ഇവിടെ ഞാൻ പിക്ചർ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു പിക്ചറാണ് അല്ലേ. സിട്രസ് കാങ്കർ എന്ന് പറയുന്ന അസുഖം പ്ലാന്റ്സിൽ വരുത്തുന്ന ബാക്ടീരിയ ആണ് സാന്തോമോണസ് സിട്രി. അതുപോലെ ബ്ലൈറ്റ് ഓഫ് റൈസ് അല്ലേ, ബ്ലൈറ്റ് ഓഫ് റൈസ് പരത്തുന്നതാണ് സാന്തോമോണസ് ഒറൈസെ. അതുപോലെ ക്രൗൺ ഗാൾ എന്ന് പറയുന്ന അസുഖം പരത്തുന്നതാണ് ആഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഇത് പഠിക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറയുന്നില്ല, പക്ഷേ നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ അനിമൽ ഡിസീസ് പരത്തുന്നത്, ടെറ്റനസ് പരത്തുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇതിൻ്റെ കുറച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്കിവിടെ ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ. ടെറ്റനസ് പരത്തുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അതുപോലെ വിബ്രിയോ കോളറയാണ് കോളറ പരത്തുന്നത്. ലെപ്രസി എന്ന ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്കോ ബാക്ടീരിയം ലെപ്രെ. ഡിഫ്തീരിയ കോസിങ് ആയിട്ടുള്ള കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നും കൂടി ഉണ്ട് ഇവിടെ കേട്ടോ, കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. അതുപോലെ ന്യൂമോണിയ പരത്തുന്ന ഡിപ്ലോകോക്കസ് ന്യൂമോണിയ. ഇത്രയും ബാക്ടീരിയകളാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ ഈ തന്ന ലിസ്റ്റ്, വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അതെന്ത് ചെയ്യുക, നിങ്ങൾ
നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി അപ്പോൾ നമ്മൾ ഇത്രയുമാണ് കിങ്ഡം മൊണീറയെ കുറിച്ച് പറഞ്ഞത്. കിങ്ഡം മൊണീറയിൽ നമ്മൾ ആർക്കി ബാക്ടീരിയനെ കണ്ടു, അതുപോലെ ബാക്ടീരിയനെ കണ്ടു, അതേസമയത്ത് മൈക്കോപ്ലാസ്മയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ സയനോ ബാക്ടീരിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.